കേൾക്കാലോ അല്ലേ? കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തും കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം വരെയും ആത്മാവിൽ പാടി ആരാധിപ്പാൻ, കർത്താവിൻ്റെ അഭിഷേകത്തിനോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങൾക്കകത്ത് അനുഭവിക്കാൻ കഴിയുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോബിൻ ജോയി എന്നാണ്. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തായിട്ട് ഒരു 40-45 പേര് കൂടുന്ന ചെറിയൊരു ചർച്ച് ഞങ്ങൾക്കുണ്ട്. ദൈവകൃപയാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ദേശത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആൻറ്റി പറഞ്ഞ പോലെ ഞാൻ വലിയ തിരക്കുള്ള ആളൊന്നുമല്ല. കൃപയാൽ ദൈവം ഏൽപ്പിക്കുന്ന ദൈവിക നിയോഗങ്ങൾക്കനുസരിച്ച് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പരമാർത്ഥതയോടെ, പരമാവധി നീതിയോടെ, വിശ്വസ്തയോടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും നിൽക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ആദ്യമേ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണോ ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനുള്ള തുറന്ന ഹൃദയത്തോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഇവിടെ കേട്ടു. അതുകൊണ്ടൊരു പ്രാർത്ഥന വിഷയം, ഞാൻ ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ കൂടെയാണ് നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗ് കഴിഞ്ഞ എനിക്ക് തോന്നുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് തന്ന ഒരു ദൈവിക നിയോഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംസാരിപ്പാനായിട്ട് ദൈവാത്മാവിനോട് സംസാരിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. അവിടെ വായിക്കുന്നത് പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. മതി. അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായൊരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടെല്ലാവരോടും ഇടപെടുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും നന്നായി അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്തിരുന്നാലും, എവിടെ ഇരുന്നാലും, ഏത് ഭവനത്തിലിരുന്നാലും, ഏത് സാഹചര്യത്തിലിരുന്നാലും നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ്, നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് നമ്മളോട് ഇടപെടുവാൻ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി മതിയായവനാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരു 30 സെക്കൻഡ് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു 30 സെക്കൻഡ് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. റൗഷേലിയാന പ്രമാദരച്ചല ദരഥുരി മനകസ്മദേരിയാന അടകവാ ദരഥുരി മനകസ്മർമോ ദരക്കസ്മദേരിയാന. അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചിലരെ ആത്മാവിൽ ബലപ്പെടുത്താൻ, ചിലരുടെ മുൻപോട്ടുള്ള യാത്രകൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുവാൻ, ചിലരുടെ അടഞ്ഞുപോയ വാതിലുകളെ തുറക്കുവാൻ ഇന്ന് രാത്രിയിലെ ഈ വചന ശുശ്രൂഷ ഇടയാകാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അസാധാരണമായ ദൈവകൃപ ഇതിൻ്റെ അകത്ത് ചലിക്കട്ടെ. റൗഷെ ഖേലി മനാസെ ഥേരിയാന ഉടതര ജലംസെ റിയാദര. കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനസിക മണ്ഡലങ്ങളിൽ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ, ശരീരത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ സ്റ്റക്കായി പോയവർ ആത്മാവിൽ മുൻപോട്ട് കുതിക്കാനുള്ള ഒരു ദൈവകൃപ ഈ രാത്രിയിലെ മീറ്റിംഗിന്റെ അകത്ത് ദൈവാത്മാവ് പകരണത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അടിയനെ സമർപ്പിക്കുന്നു. കർത്താവ്, ഒരു മനുഷ്യന്റെ ബുദ്ധി കേൾക്കാനല്ലല്ലോ തന്റെ മക്കൾ വില കൊടുത്ത് സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ പരമാർത്ഥ ഹൃദയത്തോടെ ഈ രാത്രി ദൈവശബ്ദം കേട്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തരണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.
വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദി. കഴിഞ്ഞ ഈ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴും എന്നോട് വ്യക്തിപരമായും ദൈവം ഇടപെട്ട ഒരു ദൈവിക ദൂത് ഞാൻ പറഞ്ഞിട്ട് ദൈവവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. കർത്താവ് കഴിഞ്ഞ 2024 അവസാനമായപ്പോൾ ദൈവാത്മാവിൻ്റെ ഒരു നിയോഗം എൻ്റെ മേലുണ്ടായി. കർത്താവ് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് കർത്താവ് വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ കർത്താവിൻ്റെ ദാസൻ ലിജോ പറഞ്ഞതാണ്, കണ്ടുകൊണ്ട് വിശ്വസിക്കുകയല്ല, കാണാതെ വിശ്വസിക്കുക, കാണാതെ വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മ പറഞ്ഞു, ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോവുകയാണ്. ചില അസാധാരണമായ ദൈവിക നിയോഗങ്ങൾ കർത്താവ് നടത്താൻ പോവുകയാണ്, ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുക, മാത്രം ചെയ്യുക. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ദൈവം ഇടപെട്ടു. പക്ഷേ ആ ഇടപെട്ട കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കർത്താവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, അത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരോടൊക്കെയുള്ള ധൈര്യപ്പെടുത്തലായി പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകുന്നത് കൊണ്ടാണ് ഞാനത് പ്രാരംഭത്തിൽ തന്നെ പറയുന്നത്. കർത്താവ് സംസാരിച്ചത് എങ്ങനെയാണ്, ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യത്തിന് ഇത് എങ്ങനെ നടക്കും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ പറയാൻ പറ്റില്ല. അതുപോലെ അമാനുഷികമായ ചില ദൈവിക നിയോഗങ്ങൾ 2026 ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മുമ്പിൽ തുറക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിക്കാതിരിക്കാൻ വയ്യ. മറിയ ചോദിച്ചതുപോലെ ചോദിച്ച്, കർത്താവ് ഇതെങ്ങനെ? അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, നോഹ പെട്ടകം പണിതപ്പോൾ നോഹയുടെ പെട്ടകത്തെ പണിയുവാൻ ജോലിക്കാരെ പണം കൊടുത്ത് നോഹ നിയമിച്ചു. ഹല്ലേലൂയ. പണം കൊടുത്താൽ പെട്ടകം പണിയാൻ ആശാരിമാരെ കിട്ടും. അതിൻ്റെ അളവ് പറഞ്ഞു കൊടുത്താൽ അവർ അളവിനനുസരിച്ച് പണിയും. പക്ഷേ ആർക്കെങ്കിലും പൈസ കൊടുത്താൽ കാട്ടി കിടക്കുന്ന ആനയെ പിടിച്ചുകൊണ്ട് വന്ന് പെട്ടകത്തെ കയറ്റുമോ? ആർക്കെങ്കിലും പൈസ കൊടുത്താൽ കാട്ടി കിടക്കുന്ന കരടിയെ പിടിച്ചുകൊണ്ട് വന്ന് പെട്ടകത്തെ കയറ്റുമോ? കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും പൈസ കൊടുത്താൽ, നിങ്ങൾ ആരെങ്കിലും 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും കാട്ടി കിടക്കുന്ന സിംഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് പെട്ടകത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടിൻ്റെ അകത്ത് കയറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? ചെയ്യത്തില്ല. അപ്പൊ കർത്താവിനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഹല്ലേലൂയ. പെട്ടകം പണിയാൻ നിയോഗിക്കപ്പെട്ടവരെ നോഹ പൈസ കൊടുത്ത് അല്ലെങ്കിൽ കൂലി കൊടുത്ത് ഏൽപ്പിച്ചു കാണും. പക്ഷെ പെട്ടകത്തിന്റെ അകത്ത് കയറാനുള്ള ആനയെയും പെട്ടകത്തിന്റെ അകത്ത് കയറാനുള്ള സിംഹത്തെയും പെട്ടകത്തിന്റെ അകത്ത് കയറാനുള്ള കാട്ടിലെ സകല മൃഗങ്ങളെയും ഞാൻ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന് കയറ്റും. ഈ മീറ്റിംഗിന്റെ അകത്ത് പങ്കെടുക്കുന്ന ആരോടൊക്കെയുള്ള ദൈവിക ശബ്ദമായിട്ട് ദൈവാത്മാവ് ഇതൊരു ബോധ്യം എനിക്ക് നൽകുന്നത് കൊണ്ടാണ് പ്രാരംഭത്തിൽ തന്നെ ഈ ദൂത് ഞാൻ കൈമാറുന്നത്. നിങ്ങൾ കേട്ട ചില ദൈവിക നിയോഗങ്ങളും നിങ്ങൾ പ്രാപിച്ച ദൈവശബ്ദവും ഒക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്ന ചിലരിന്റെ അകത്തുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. പെട്ടകത്തിന്റെ അകത്ത് കാട്ടിൽ കിടക്കുന്ന മൃഗത്തെ നിയന്ത്രിച്ച് നടത്തി കൊണ്ടുവന്ന് പെട്ടകത്തിന്റെ അകത്ത് കയറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിങ്ങളോട് ദൂത് അറിയിച്ചിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ അത് നിവർത്തിപ്പാൻ മതിയായവനാണ്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും മാറിപ്പോവത്തില്ല. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളും ദൈവശബ്ദങ്ങളും ഒരിക്കലും മാറിപ്പോകത്തില്ല. ദൈവം പറഞ്ഞ വാക്ക് വള്ളിയോ പുള്ളിയോ തെറ്റാതെ അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്താൻ ആത്മാവ് സംസാരിക്കുക. പെട്ടകത്തിന്റെ അകത്തേക്ക് സിംഹത്തെ അതേ നിയോഗിച്ച് അല്ലെങ്കിൽ നയിച്ചു കൊണ്ടുവന്നതുപോലെ, നിയന്ത്രിച്ചു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ നിയോഗങ്ങൾക്കനുസരിച്ച് ദൈവം ഈ ദിവസങ്ങളിൽ ചിലതിനെ നിയോഗിച്ച് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ 2026 പ്രാരംഭ മാസങ്ങളെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ച നിങ്ങൾക്ക് എത്ര പേര് വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറയും? ഉടകമ ഹസത്തെ റിയാന ലൗറേക്കസ് മദേരിയാന. ഞാന് ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഈ ഡാളസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മീറ്റിംഗിന്റെ അകത്തുണ്ടോ? ഡാളസുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും മീറ്റിംഗിന്റെ അകത്തുണ്ടോ? ഓക്കെ, ഡാളസ് റജി പാസ്റ്റർ. ഓക്കെ, കർത്താവിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു.
ഭയങ്കര ദൈവിക നിയോഗങ്ങൾ കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ദാസന്റെ മേൽ ഇട്ടത് ഈ ദിവസങ്ങളിൽ അത് പുറത്തു വരാനുള്ള സമയമായെന്ന് ദൈവാത്മാ പറയും. ദാവീദിനെ മറച്ചു വെച്ച് കർത്താവ് കൊണ്ടുവന്ന് ദൈവത്തിന്റെ സമയമായപ്പോൾ ആ മറ നീക്കി ദാവീദിനെ വെളിയിൽ കൊണ്ടുവന്നതുപോലെ ഒരു അസാധാരണമായ ഒരു നിയോഗം അഭിഷേകത്തിനെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇട്ടിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഹൈഡ് ചെയ്യപ്പെട്ട ചില ദൈവം തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ആ മേഖലകളിൽ നിന്നും കർത്താവ് 2026 അഭിഷേകത്തിനെ പുറത്തെടുക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ആർമോ സിയാന്തരെ കർത്താവിന്റെ ദാസനെ എനിക്ക് അറിയത്തില്ല, പക്ഷേ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. അസാധാരണമായ ചില ദൈവിക നിയോഗങ്ങൾ ഡാളസിന്റെ മണ്ണിൽ ചെയ്യാൻ മതി എന്ന് പറഞ്ഞ ചില വാക്കുകൾക്കപ്പുറത്ത് ദൈവം ചില നിയോഗങ്ങൾക്ക് വേണ്ടി കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുവെന്ന് ദൈവാത്മാ പറയുന്നു. ഇരുന്നു പോയ ചില വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് ദൂത് പറയുക. വാക്കുകൾ ആഴമായി ദൈവം എന്നോട് സംസാരിക്കുന്ന വാക്കുകളായതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത്. ഇരുന്നു പോയ ചില വിഷയങ്ങളുടെ നടുവിൽ കർത്താവിന്റെ ആത്മാവ് എഴുന്നേൽപ്പിച്ച് നിർത്തി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷേകത്തിനോട് ദൂത് പറയുക. ഈ പ്രാരംഭത്തിൽ പറഞ്ഞ ഈ പെട്ടകവും ഈ കാട്ടിലെ മൃഗങ്ങളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് കർത്താവിന്റെ ദാസന്റെ ദൂതിനോട് ബന്ധപ്പെട്ട്. അർദ്ധര പെട്ടകം പണിയാൻ കർത്താവ് നോഹയോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് മൃഗങ്ങളെ കയറ്റേണ്ട ഉത്തരവാദിത്വം ദൈവത്തിന്റെയാണ്. ദൈവം പറഞ്ഞ നിയോഗത്തിനനുസരിച്ച് നിൽക്കുന്ന അഭിഷേകത്തിനോട് ദൈവാത്മാ പറയുന്നു, അടുത്തത് കർത്താവ് ചെയ്യാൻ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഇന്ന് രാത്രി നമുക്കൊന്ന് കടന്നു വരാം. സമയം മുന്നോട്ട് പോകുകയാണല്ലോ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാണ്? അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. നമുക്ക് ആ സാഹചര്യങ്ങളും അതിന്റെ അവിടെ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ അകത്തുള്ള 1-2 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. ഒരു നിയോഗം, നിങ്ങളിൽ ചില രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒരു നിയോഗം പരിശുദ്ധാത്മാവിന്റെ അകത്ത് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ കർത്താവ് അതിന് ശേഷം അവിടെ കാണുന്നത്, അതിന്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യം, അതിന് 2-ാം വാക്യം വായിക്കുന്നു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. 3-ാം വാക്യം, അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവന് വെളിവാകേണ്ടതിനത്രേ. അടുത്ത വാക്യം നിങ്ങൾ കണ്ടോ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. നിങ്ങൾ 3-ാം വാക്യം 4-ാം വാക്യം ചേർത്തൊന്ന് വായിച്ചാൽ ഇങ്ങനെയാണ് കാണുന്നത്. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് തന്നെ. ഈ 2026 ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, നമ്മളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. മനുഷ്യൻ കാണുക, ഹാലിൽ ജാതികൾ കാണുക, ഹാലിൽ അവരുടെ വിശ്വാസം വർദ്ധിക്കത്തക്ക വിധം ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നിന്നുപോയിട്ടില്ല, അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ഹല്ലേലൂയ. മഹത്വം നിന്നുപോയിട്ടില്ല, ദൈവിക ചലനങ്ങൾ ഇല്ലാതായി പോയിട്ടില്ല. ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് എത്ര പേര് ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കൂടി വരുന്ന സഭകൾക്കകത്ത് ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. നിങ്ങൾ കൂടി വരുന്ന കൂട്ടായ്മകൾക്കകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഈ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സീരിയസ് ആയ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്നത് ടെസ്റ്റ് മണികൾ വെളിപ്പെടുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ. എന്റെ അടുത്ത വാക്യത്തിൽ നിങ്ങൾ കണ്ടോ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം
എന്ത് ചെയ്യും? ഹല്ലേലൂയ, നാം ചെയ്യേണ്ടതാകുന്നു. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ അയച്ചവന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, പിതാവായ ദൈവം പുത്രനായ യേശുവിനെ അയച്ച ഹല്ലേലൂയ ഒരു കാര്യമാണ് കർത്താവോട് പറയുന്നത്. എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടമാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്, സൗഖ്യം എന്ന് പറയുന്നത്, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, എന്നെ അയച്ച പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് അതേ സൗഖ്യവും ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ കർത്താവ് പറഞ്ഞത്, എന്നെ ഹല്ലേലൂയ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി വരുന്നു. പക്ഷേ ഈ സമയം പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ് ഈ സമയം. ഹല്ലേലൂയ, നമ്മള് ഒതുങ്ങിയിരിക്കാനുള്ള സമയമല്ല, അത് ഉറങ്ങിയിരിക്കാനുള്ള സമയമല്ല. ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കാരണക്കാരായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക ഇന്ന് രാത്രി. ഈ കഴിഞ്ഞ ജനുവരിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ചർച്ചിന്റെ അകത്ത് ക്രമീകരിക്കണമെന്ന്. ആ ഫാസ്റ്റിംഗ് പ്രയറിനോട് ബന്ധപ്പെട്ട് കർത്താവ് സംസാരിച്ച ഒരു വിഷയം എങ്ങനെയാണ്? ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി സഭ ഒരുങ്ങുക. ദൈവപ്രവൃത്തി നിന്നുപോയിട്ടില്ല, അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ആരോ പറയുന്നു അത്ഭുതങ്ങൾ നിന്നുപോയെന്ന്, ദൈവപ്രവൃത്തി നിന്നുപോയെന്ന്. എന്നാൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആത്മനിയോഗത്തോടെ പറയാം, ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവപ്രവൃത്തിയും അത്ഭുതങ്ങളും ഒന്നും നിന്നുപോയിട്ടില്ല. അത് പകലുള്ളിടത്തോളം അത് നമ്മിലൂടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കരങ്ങളിലൂടെ, നിങ്ങളുടെ ശബ്ദത്തിലൂടെ, നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവിന് ചെയ്യുവാൻ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പ്രാരംഭ സമയത്ത് തന്നെ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കരങ്ങളിലും നിങ്ങളുടെ ശബ്ദങ്ങളിലുമെല്ലാം അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ വഹിക്കുകയാ. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകും, നിങ്ങൾ കൈവച്ച രോഗി സൗഖ്യമാകും, നിങ്ങൾ പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുന്ന തലങ്ങളിലേക്ക് ആത്മാവ് നിങ്ങളുടെ മേൽ കടക്കുന്ന അഭിഷേകത്തെ ഇന്ന് രാത്രി ചലിപ്പിക്കാൻ പോവുകയാണ്. ഉടകവദര ജലകദര ദുരിയാരകസ്തരോരിയാദര അടകവദര ജലകദര ദുരജരികമനവ ശന്ധരേരിയാദര കസ്തരേരിയാദര അർത്തുരാജലം സേദരജല. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല, പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുന്ന, പ്രാർത്ഥിച്ച് അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന, പ്രാർത്ഥിച്ച് ശാപങ്ങളെ പൊട്ടിക്കുന്ന, ശാപത്തിന്റെയും അത് രോഗത്തിന്റെയും പൈശാചിക അടിമത്തത്തിൽ കിടക്കുന്ന കുടുംബങ്ങളെ പ്രാർത്ഥിച്ച് കൈവച്ച് പുറത്തു കൊണ്ടുവരുന്ന കർത്താവ് ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലണം, അവിടെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതിയുണ്ട്, ആ കഴുതി അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇതിന് കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. ദൂത് കൊടുത്ത് പറഞ്ഞു വിടുകയാ. എന്നാ അത് കെട്ടപ്പെട്ട് കിടക്കുന്ന, എനിക്ക് വാഹനമേറാനുള്ള കഴുത കെട്ടപ്പെട്ട് കിടക്കുക. ഇന്ന് രാത്രി ദൂത് ഞാൻ കൈമാറാം. ഈ തലമുറയിൽ പ്രയോജനപ്പെടേണ്ട തലമുറകൾ എവിടെയൊക്കെയോ കെട്ടപ്പെട്ട് കിടക്കുന്നുവെന്ന് മാതാപിതാക്കന്മാരും അഭിഷക്തന്മാരും കുടുംബങ്ങളും തിരിച്ചറിഞ്ഞ് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ഇസ്രായേലിന്റെ രാജാവായി അതേ ഹല്ലേലൂയ അതേ അഭിഷേകം ചെയ്യപ്പെടേണ്ട ദാവീദ് ഇപ്പൊ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതേ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന അറിയാവുന്ന ഒരു ശമൂവേല് ഒരു രാത്രി മുഴുവൻ കരഞ്ഞ് പ്രാപിച്ച നിയോഗവുമായിട്ട് ഒരു അഡ്രസ് വെളിപ്പെട്ടു. ദൈവം അഡ്രസ് കൊടുത്തു. ആ അഡ്രസിന്റെ പിന്നാലെ പോവുകയാ. ഇശായിയുടെ വീട്ടിൽ ചെന്ന് ഒന്നാമത്തെവനെയും രണ്ടാമത്തെവനെയും അത് മുൻപിൽ വിളിച്ചു നിർത്തി. പക്ഷെ ദൈവത്തിന്റെ അറിയാവുന്ന പ്രവാചകന് എല്ലാവരെയും അഭിഷേകം ചെയ്യാൻ കഴിയത്തില്ല. ദൈവഹൃദയത്തിലെ വേദന അറിയാവുന്ന പ്രവാചകൻ അത് ദാവീദിന് വേണ്ടി ആ വീടിന്റെ അകത്ത് കാത്തിരുന്നത് പോലെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ ശുശ്രൂഷ ദൈവസഭകൾക്കകത്തും പെന്തക്കോസ്തിന്റെ അകത്തും ഉണ്ടായിരുന്നു. എന്ന കാലഘട്ടം മാറിയപ്പോൾ ഇതൊക്കെ നിന്നുപോയി. എന്നാൽ ആത്മനിയോഗത്തോടെ മാതാപിതാക്കന്മാരെ അഭിഷിക്തന്മാരെ ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അടുത്തൊരു ജനറേഷനെ കൈവച്ച് പുറത്തു കൊണ്ടുവരുവാൻ നിയോഗമുള്ള ചിലതിന്റെ ഇതിന്റെ അകത്തുണ്ടെന്ന് ആത്മാവെന്നോട് പറയുകയാണ്.
ഉടതര ജലഗതര തുരിയാനക സ്മദേരിയാനവ അർദ്ധര ജലം സേ റിയാദരക്ക സ്മദോരിയാന. നിങ്ങൾ നോക്കിയേ, ഞാൻ ആ ദാവീദിന്റെ കാര്യം പറഞ്ഞപ്പോൾ കർത്താവിനോട് ഇടപെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വചനത്തിലോട്ട് പറയാം. ഈ ശരിക്കും പറഞ്ഞാൽ ദാവീദിനെ രാജസിംഹാസനത്തിലേക്ക് അത് കയറ്റിയിരുത്തിയതിന്റെ പിന്നിലെ ഒരു കാരണം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദാവീദ് ഭയങ്കര വിശ്വസ്തനായിരുന്നു. കാരണം നിങ്ങൾ നോക്കണം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27:10 പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെന്ന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആകമാനം നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവൻ, ഭക്ഷണകാര്യത്തിൽ ഒഴിവാക്കപ്പെട്ടവൻ, സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, എല്ലാവരാലും തഴയപ്പെട്ട ഒരു മനുഷ്യനാണ് ദാവീദ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വീടിന്റെ അകത്ത് ശമൂവേൽ ഒരു വിരുന്നൊരുക്കാൻ പറഞ്ഞ് കയറി വരുമ്പോൾ ഒരിക്കലും ദാവീദിനെ ഒഴിവാക്കി അങ്ങനെ ഒരു വിരുന്ന് ആ വീട്ടിൽ നടത്തത്തില്ല. നമ്മളാണെങ്കിൽ നടത്തുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും നമ്മൾ ഒഴിവാക്കുമോ? ഒരിക്കലും ഒഴിവാക്കത്തില്ല. എല്ലാവരെയും നമ്മുടെ വീടിന്റെ അകത്ത് വിളിക്കും. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടാകുന്ന ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അതെ, അവധിയുള്ള ദിവസം ഇതൊക്കെ നോക്കിയേ നമ്മൾ വിരുന്നുകൾ വെക്കുന്നത്. കാരണം എല്ലാവരും ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ദാവീദിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിരുന്ന് നടക്കുമ്പോൾ ദാവീദ് മാത്രമില്ല, ബാക്കി എല്ലാവരും ഉണ്ട്, ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. പക്ഷെ ദാവീദ് മാത്രമില്ല. അതിന്റെ തിയോളജിക്കൽ വേഷനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ആ വീടിന്റെ അകത്ത് എല്ലാവർക്കും മാന്യതയുണ്ട്, എല്ലാവർക്കും അവസരങ്ങളുണ്ട്, എല്ലാവർക്കും സ്ഥാനമുണ്ട്. പക്ഷെ ദാവീദിന് മാത്രം ആ വീടിന്റെ അകത്ത് സ്ഥാനമില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ദാവീദ് ഒഴിവാക്കപ്പെട്ടവനാ, ദാവീദിനെ ഒറ്റപ്പെടുത്തിയവനാ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എങ്കിലും അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. നമ്മളൊക്കെ അവിടെ കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കുക. എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഇതൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളങ്ങ് എന്താ പറയുക, നമ്മളങ്ങ് സെന്റി അടിക്കുക. ശരിക്കും പറഞ്ഞാൽ സെന്റിമെന്റ്സ് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങൾ പിണങ്ങരുത്. ഞാൻ എൻ്റെ ചർച്ചയിൽ പറയാറുണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ സെന്റിമെന്റ്സ് കേട്ടാൽ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹൃദയം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കാം. ഇതാണ് ഞങ്ങളുടെ സഭയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും കരഞ്ഞുകൊണ്ട് പാസ്റ്ററെ ഇങ്ങനെ ഭയങ്കര വിഷമം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ കരയത്തൊന്നുമില്ല, ഞാൻ മിണ്ടത്തില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, അവരെ കുറിച്ചുള്ള ദൈവഹൃദയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പം ഈ സെന്റിമെന്റ്സിൽ ദൈവം ഒരിക്കലും മനസ്സിലായി. ഞാൻ എപ്പോഴും ഇവരോട് ഞങ്ങളുടെ ചർച്ചയിൽ പറയുന്ന ഒരു വേർഡാണ്, ഏതെങ്കിലും ഒരു പ്രവാചകൻ നമ്മുടെ ചർച്ചയിൽ വരുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ മുഖം നോക്കി പ്രവചിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. യേശുവിന്റെ രക്തം ചെയ്യും. എത്ര പേർക്ക് മനസ്സിലാവുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാനും ഒരു പ്രവാചകനാ. മുഖം നോക്കി പ്രവചിക്കാൻ ആരെയും അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സെന്റിമെന്റ്സിൽ ദൈവം ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ നോക്കിയേ, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഹാഗാറാണോ നീതിയോടെ ജീവിച്ചത്, സാറായാണോ? സൂമാണ്, നിങ്ങൾക്ക് പ്രതികരിക്കാൻ പരിമിതിയുണ്ട്. പക്ഷെ ഞാനങ്ങ് പറയാം, ശരിക്കും പറഞ്ഞാൽ ഹാഗാർ അല്ലേ നന്നായിട്ട് നീതിയോടെ നിന്നേ, സാറായല്ലേ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചേ. പക്ഷേ സാറായുടെ മീതെയല്ലേ ദൈവത്തിന്റെ ബ്ലെസ്സിങ് വന്നേ, സാറായുടെ തലമുറയിലല്ലേ ബ്ലെസ്സിങ് വന്നേ. എന്നെ കാര്യം, ദൈവം ഹല്ലേലൂയ സെന്റിമെന്റ്സ് വെച്ചല്ല വേർതിരിക്കുന്നത്, വാഗ്ദത്തം വെച്ച. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറാം. ദൈവം വാഗ്ദത്തം വെച്ച് ഈ മീറ്റിംഗിന്റെ അകത്തിരിക്കുന്ന ചിലതിനെ കർത്താവ് വേർതിരിക്കാൻ പോകുക. സാറ നിർബന്ധിച്ച് ഹാഗാറിനെ ഈ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചതാ. ഹാഗാറിനോട് അനുവാദം ചോദിച്ചിട്ടല്ല സാറ അബ്രഹാമിന്റെ ഭാര്യയായി ഹാഗാറിനെ എടുക്കുന്നത്. അനുവാദം ചോദിച്ചിട്ടില്ല. തന്റെ മേൽ കിടക്കുന്ന അധികാരം വിനിയോഗിച്ച അവളെ പിടിച്ചോണ്ട് വരുന്നത്, അവളെ അതിനുവേണ്ടി നിയോഗിക്കുന്നത്. പക്ഷെ അവസാനം വന്നപ്പം സാറ തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹാഗാറാണ് മാനുഷിക അവസ്ഥയിൽ പരിഗണനയുള്ളവൾ. പക്ഷേ ദൈവം പരിഗണന കൊടുത്തത് ഹാഗാറിനല്ല, സാറായിക്കാം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് നമ്മൾ പലപ്പോഴും മാനുഷിക പരിഗണനയിലാണ് ഇന്നത്തെ മാനുഷിക പരിഗണനയിലാണ് എല്ലാം പോകുന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവം മാനുഷിക പരിഗണനയിലല്ല വേർതിരിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തവും നിയോഗവും വെച്ചാണ് എല്ലാവരെയും വേർതിരിക്കുന്നത്. അർദ്ധരാജലം ഇന്ന് രാത്രിയിൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തോടെ പറയാം, ഈ മീറ്റിംഗിന്റെ അകത്ത് കയറിയിരിക്കുന്ന ചില കുടുംബങ്ങൾ, ചില മാതാപിതാക്കന്മാരുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ നിയോഗം വെച്ച് ചിലരെ കർത്താവ് ഇന്ന് രാത്രി വേർതിരിക്കുന്ന രാത്രിയാണ്.
ലൗറേക്കസ് മതേ. ജോയ്സി ആന്റി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആന്റി എനിക്ക് പേഴ്സണലായിട്ട് ഒന്നും അറിയത്തില്ല, ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്, ഫോണിൽ കൂടെ സംസാരിച്ചിട്ടില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചതേ ഉള്ളൂ. പക്ഷേ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില ചലനങ്ങൾ കർത്താവ് അയക്കാൻ പോവുക. അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവിന് പറയുന്നു, GIB റൗക്കോസ് മഹോത്തേരിയാന. ആൻഡ് ജിബിൻ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ ആന്റി, പറഞ്ഞോ, ഉണ്ടോ? ജിബിൻ. ഓക്കെ, ആരാണത്? മോന. ഷാലാറഹസദേരിയാന ലൗദേരികാനഗസ്തരേരിയ ഉടകബാലകശ്മർമോദരക്കസ്മദേരിയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. വാഗ്ദത്തം വെച്ച് ആ മകനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലതിലേക്ക് വേർതിരിക്കാൻ പോവുക. അവന്റെ മേൽ കിടക്കുന്ന വിളിയിലേക്കും അവന്റെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗത്തിലേക്കും. ഓ ശലാറഥേരിയാന ലൗറേക്കസ്. കർത്താവിനോട് പറയുന്നു, കർത്താവിനെ കാണിക്കുന്നു, ഒരു കുഞ്ഞിനെ കാണിക്കുന്നു, ഒരു 4 വയസ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞിനെ കാണിക്കുന്നു. ഷഖബകറസഥേരിയാന ഉഡാലഗസ്മധേരിയാന ലൗറി കസ്മധേരി ശലാദരച്ചലേ റിയാദര. കർത്താവിന്റെ ആത്മാവ് ഈ ദൂതുമായിട്ട് കണക്ട് ചെയ്ത് ആ കുടുംബത്തിന്റെ മീതെ ഭയങ്കര നിയോഗങ്ങൾ കർത്താവ് ഇടാൻ പോവുകയാണ്. ഓ, ദൈവനിയോഗത്താൽ അയക്കപ്പെട്ടാണ് അവരവിടെ നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അസാധാരണമായ ചില ദൈവിക നിയോഗങ്ങളോടെ പുറപ്പെടുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഉടകപതര ജലകതര. ഇപ്പോൾ അവർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവരെന്തെങ്കിലും ആത്മീയ ശുശ്രൂഷകൾ ദൈവരാജ്യത്തിന്റെ അകത്ത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവരെ നിയോഗം വെച്ച് കർത്താവ് ദിവസങ്ങളിൽ വേർതിരിക്കാൻ പോവുകയാണ്. അസാധാരണമായ ഒരു നിയോഗം അവരുടെ മേൽ കർത്താവ് ഇട്ടിട്ടുണ്ട്. റൗക്കോബ ഹസദേരിയാന ലൗറിബ ഷദേരിയാനഗസ്തരേറിയാദരക്കസ്മദേരിയാന ഉടകബദര ജലകദര ധുരിയാനഗസ്മദേരിയാനവ അർദ്ധര ജലംസേ റിയാദരക്കസ്മദോരിയാന. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം വേർതിരിയപ്പെടട്ടെ. കർത്താവിനാൽ അവർ ബ്ലെസ്ഡ് ആവട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. റൗക്കോബ ഹസദേരിയാന ലൗറീബ ഷദേരിയാനവ ഹർത്തര ജലംസേ റിയാദര. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ദാവീദിന്റെ പ്രത്യേകത, ദാവീദ് ഒരു വിശ്വസ്തനായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞ അങ്ങ് നീണ്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ വചനത്തിലോട്ട് വീണ്ടും മടങ്ങി വരുന്നത്. നമുക്ക് 7 മണി വരെ, 7 മണി കഴിഞ്ഞാൽ ഞാനും തിരക്കാം ഇവിടെ ചർച്ചിനകത്ത്. അപ്പം ഈ ദാവീദിനെ നോക്കിയാൽ, ദാവീദ് സിംഹാസനത്തിൽ വരാനുള്ള ഒരു കാരണം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദാവീദ് ഭയങ്കര വിശ്വസ്തനായിരുന്നു. ഒറ്റ കാരണം ഞാൻ പറഞ്ഞല്ലോ, അമ്മയും അപ്പനെ എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തു എന്ന് പറയുന്ന ദാവീദ് ഇപ്പോൾ കാട്ടിൽ ആടുകളെ മേയ്ക്കുക. ഈ ആടുകളുടെ ഉടമസ്ഥൻ സ്വന്തം അപ്പന, ദാവീദിന്റെ അപ്പന്റെ ആടുകളെയാണ് ദാവീദ് മേയ്ക്കുന്നത്. നിങ്ങൾ നോക്കി, ഒരു ദിവസം ഒരു കരടി വന്ന് ഒരാടിനെ പിടിച്ചോണ്ടുപോയി, ഒരു ദിവസം ഒരു സിംഹം വന്ന് ആടിനെ പിടിച്ചോണ്ടുപോയി. സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് ഈ ആടിനെ സിംഹത്തിന്റെ വായിൽ നിന്നും കരടിയുടെ വായിൽ നിന്നും ദാവീദ് തിരിച്ചു പിടിച്ചോണ്ട് പോവുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സിംഹത്തെ പിന്തുടർന്ന് കരടിയെ പിന്തുടർന്ന് അവന്റെ വായിലിരിക്കുന്നതിനെ തിരിച്ചു മേടിക്കുകയാണ് ദാവീദ്. നോക്കിയേ, ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നില്ല 2 ആടിനെയും കൊണ്ടാണ് ദാവീദ് കാട്ടിൽ ആടിനെയും കൊണ്ടാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പോയാലും 500, 1000 ആട് കൂടെ ഉണ്ട്. അന്നത്തെ കാലമാണ്. ആ 1000 ആടെങ്കിലും ഉണ്ടാകും. ഈ 1000 ആടിൽ ഒരെണ്ണത്തെ സിംഹം പിടിച്ചാൽ ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും ജീവൻ അപായത്തിലാകാതെ രക്ഷപ്പെടാനേ നമ്മളാണെങ്കിൽ ശ്രമിക്കത്തുള്ളൂ. 1. 2, അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. അപ്പം തന്നെ വില കൽപ്പിക്കാത്ത ഒരു അപ്പന്റെ ആടാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ഥാനം തരാത്ത, എന്നെ ബഹുമാനിക്കാത്ത, എന്നെ സ്നേഹിക്കാത്ത എന്റെ അപ്പന്റെ ആടിനെ ഒന്നിനെ പിടിച്ചോണ്ട് അതിനെ അങ്ങ് കൊണ്ടുപോകട്ടെ, എനിക്ക് എന്നാ കാര്യം ഇരിക്കുന്നത്, അപ്പൻ എന്നെ സ്നേഹിക്കുന്ന, അങ്ങനെയേ മനുഷ്യൻ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ദാവീദ് ചെയ്ത കാര്യം, അപ്പൻ എന്നെ കരുതിയില്ലേലും അപ്പന്റെ ആടിനെ ഞാൻ കരുതും. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര വിശ്വസ്തയുടെ ഒരു തലം ദാവീദിന്റെ മേലുണ്ടായിരുന്നു. വെറുതെയല്ല ദാവീദിനെ സിംഹാസനത്തിന്റെ മുകളിലേക്ക്, അധികാരത്തിലേക്ക് കർത്താവ് കയറ്റുന്നത്. ദാവീദ് ഭയങ്കര വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. അപ്പനോടുള്ള ബന്ധത്തിൽ അപ്പൻ ഉപേക്ഷിച്ചാലും അപ്പൻ കൈവിട്ടാലും അപ്പൻ തന്നെ വീടിന്റെ അകത്ത് വിരുന്ന് നടന്നപ്പോൾ വിളിച്ചില്ലെങ്കിലും ഹല്ലേലൂയ, ദാവീദ് അതൊന്നും കൂട്ടാക്കാതെ അപ്പൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് വിശ്വസ്തയോടെ ചെയ്യുന്നവനായിരുന്നു ദാവീദ്.
ഈ കാലഘട്ടത്തിലും കർത്താവ് അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ഉടകപതര ജലകതര. എനിക്ക് തോന്നുന്നില്ല ദാവീദ് കൂലിക്ക് വേണ്ടിയാണ് ആടിനെ മേയിച്ചതെന്ന്. ഒരിക്കലുമല്ല. കൂലിക്ക് വേണ്ടി ആടിനെ മേയ്ക്കുന്ന ഇടയന്മാരെ അല്ല ഇന്നത്തെ കാലത്ത് ആവശ്യം. അപ്പനോടുള്ള വിശ്വസ്തതയിൽ നിന്നുകൊണ്ട് ഉടകപതര ജലാതര തുരിയാന അർദ്ധര ജലംസേ റിയാദരക്ക സ്മദോരിയാന. ഭയങ്കര വിശ്വസ്തതയുടെ തലങ്ങൾ ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കന്മാരുടെ മേൽ, അഭിഷിക്തന്മാരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ അത് വെളിപ്പെട്ടു വരട്ടെ എന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഓ ഷേലേറി ഭാഗാറാസഥേരിയാന ഉഡാബാഖമറാസഥേരിയാനവ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അല്ലെങ്കിൽ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ ഈ ശുശ്രൂഷ എനിക്ക് നിർത്തണം. ഹല്ലേലൂയ. വിശ്വസ്തനല്ലാതെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ അനുവദിക്കരുത്. ഹല്ലേലൂയ. ഒരു സമയത്ത് ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു വലിയ തലവേദനയായിരുന്നു പ്രിയപ്പെട്ടത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഈ സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് വലിയ തലവേദനയുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ് ഇടയ ശുശ്രൂഷ എന്ന്. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങൾ കേട്ടതും ആഗ്രഹിക്കാത്തതൊക്കെ ഉള്ള ഒരു കാര്യം ഇതായിരുന്നു. പിന്നീട് പഠിച്ചൊക്കെ ഇറങ്ങി എനിക്ക് തോന്നുന്ന 15 വർഷത്തോളം അങ്ങനെ തന്നെ വിശ്വസിച്ച് തലവേദന എടുത്ത് ശുശ്രൂഷ ചെയ്തവരാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇതുപോലെ സുഖമുള്ള ഒരു ശുശ്രൂഷയുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ല. എത്ര പേർക്ക് മനസ്സിലാകും എന്നെനിക്കറിയത്തില്ല. പക്ഷെ 45 പുതിയ വിശ്വാസികളെ കൊണ്ട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഹല്ലേലൂയ. പഴയതും പുതിയതുമായ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഒരു നിയോഗത്തോടെ ഞാൻ പറയാം, ഇതുപോലെ സുഖമുള്ള, ഇതുപോലെ സന്തോഷമുള്ള റബക. കാരണം ഞാനല്ല ചുമട് ചുമക്കുന്നത്, ചുമക്കുന്ന ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. സഭയുടെ ഹല്ലേലൂയ ചുമട് ഞാനല്ല, സഭ എന്റെ സഭ എന്ന് പറഞ്ഞാൽ ആ വിഷയമുള്ളൂ. ഇത് കർത്താവിന്റെ സഭയാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ നിയോഗത്തിലേക്ക് കൊടുത്താൽ എനിക്ക് പ്രശ്നമില്ല. കർത്താവാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. എന്റെ കുടുംബം, എന്റെ തലമുറ, എന്റെ സഭ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാൽ ചിലപ്പം അതിന്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ ഇത് കർത്താവിൻ്റെതാണ്. എന്റെ കുടുംബം കർത്താവ് തന്നതാ. ഈ സഭ കർത്താവ് ഇവിടെ സ്ഥാപിച്ചതാ. കർത്താവാണ് ആത്മാക്കളെ തന്നത്. എന്റെ തലമുറ അത് കർത്താവിന്റെ തലമുറയാണ്. ഈ ഒരു ബോധ്യത്തിലൊക്കെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മേലുള്ള എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞു പോകും. ഓ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ ചിലർ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ മടക്കിക്കൊണ്ടുവരുന്നു എന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ. പിടിച്ചു വെക്കുന്നത് വിട്ടിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ആ പിടുത്തം അങ്ങ് വിടുക. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അവരുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടങ്ങളും അവരുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹങ്ങളും നിവർത്തീകരിക്കപ്പെടുവാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ ദിവസങ്ങളിൽ ആർക്കും നിയന്ത്രിക്കാനും ആർക്കും രക്ഷിക്കാനും പറ്റത്തില്ലെന്ന് വിധി എഴുതിയ ചിലത് ഈ ദിവസങ്ങളിൽ നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ കൂടെ ഒരേ പായക്കകത്ത് മുട്ടുമടക്കാൻ പോവുക. വിളിയുള്ള ചിലത് മടങ്ങി വരാൻ പോവുക. ഒരു നിയോഗം. ഈ വചനം പ്രസംഗിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു ദൂത് ഞാൻ പറയാം. അതെ, ഹല്ലേലൂയ. അതെ, കാട്ടിൽ അലയുന്ന ചിലത് നാട്ടിലെ സിംഹാസനത്തിന്റെ അകത്ത് കയറ്റിയിരുത്തി ദൈവരാജ്യത്തിന്റെ അകത്ത് പ്രയോജനമുള്ള ചിലതിനെ എവിടെയൊക്കെയോ ഒതുക്കി വെച്ചത്, എവിടെയൊക്കെ കെട്ടപ്പെട്ട് കിടക്കുന്നതിന് ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥനയിൽ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലത് മടങ്ങി വരാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് പറയുക. Hallelujah. Praise the Lord. ഗ്രേസി എന്ന് പറയുന്ന ആ ആന്റിയോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ആന്റി, എനിക്കറിയത്തില്ല, പക്ഷേ എന്നെ ദൈവാത്മാവ് കാണിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ അകത്ത് അസാധാരണമായ ദൈവത്തിന്റെ കരം വന്നിറങ്ങുന്നത് ആത്മാവ് ഇന്ന് രാത്രി എന്നെ കാണിക്കുന്നു. പിശാചും മനുഷ്യനും ചേർന്നുണ്ടാക്കിയ ചില ഉടമ്പടികൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോ കർത്താവ് അതിനെ പൊട്ടിക്കുക. ചോദ്യചിഹ്നങ്ങൾ ആശ്ചര്യചിഹ്നമാകാൻ പോകുന്നു എന്ന് ദൈവാത്മാവിനോട് പറയുക. എന്നെ അത് കാണിക്കുന്ന അങ്ങനെ ചോദ്യചിഹ്നം ആശ്ചര്യചിഹ്നമാകാൻ പോകുക. വിളിയുള്ളവനാണോ അല്ലെങ്കിൽ വാഗ്ദത്തമുള്ളതാണോ, എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ചിലതിന്റെ മീതെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായ ദൈവിക സ്പർശനങ്ങൾ ഉണ്ടാകുന്ന രാത്രിയായി രാത്രി. അടഞ്ഞ ചില വാതിലുകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന നിയോഗത്തോടെ തുറക്കുകയാണ്.
ലറബ ഷെതേരിയാനബ ഉഡലബലഗ സിയാന്തരഗരിഖബാനഗസ്തരെ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ഉഡബ ഹസതേരിയാനഗ ശന്തരാദലാന. പ്രിയരെ, ഞാൻ വായിച്ച വാക്യത്തിലോട്ടൊന്ന് മടങ്ങി വരട്ടെ. അവിടെ ആ ഹല്ലേലൂയ കുരുടനെ സൗഖ്യമാക്കുന്ന സമയത്ത് കർത്താവ് പറയുക, ദൈവപ്രവൃത്തി നിന്നു പോയിട്ടില്ല. പകലുള്ളിടത്തോളം ഈ ദൈവപ്രവൃത്തി എനിക്ക് ചെയ്തേ പറ്റും. ഇന്ന് രാത്രി ഹല്ലേലൂയ പകലുള്ളിടത്തോളം ദൈവപ്രവൃത്തി ഉണ്ട്, അത്ഭുതങ്ങളുണ്ട്, ദൈവമഹത്വം ഉണ്ട്, ദൈവിക ചലനങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ആരംഭവാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ കടന്നു പോകുമ്പോൾ. അപ്പോൾ യേശു കർത്താവ് കടന്നു പോയ ഒരു സാഹചര്യമുണ്ട്. യേശു കർത്താവ് കടന്നു പോയ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് അവൻ കടന്നു പോകുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം കടന്നു പോകുമ്പോഴാണ് പിറവിയിലെ കുരുടനായ മനുഷ്യനെ യേശു കാണുന്നത്. അപ്പോൾ യേശു കടന്നു പോയ സാഹചര്യം ഏതാണെന്ന് ചോദിച്ചാൽ 8-ാം അധ്യായം പഠിക്കണം. 8-ാം അധ്യായത്തിൽ 1-2-3 വാക്യം പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം. 13-ാം വാക്യം 8-13 ഇങ്ങനെ വായിക്കുന്നത്, പരീശന്മാർ അവനോട് യേശു ചോദിക്കുക, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോ, യേശു കർത്താവിന്റെ മുഖത്ത് നോക്കി യേശു കർത്താവിന്റെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ പരീശന്മാര് ചോദിക്കുകയാണ്, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു കടന്നുപോയ സാഹചര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു കടന്നുപോയ സാഹചര്യം എന്നാ? പരീശന്മാർ മുഖത്ത് നോക്കി നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, പരീശന്മാർ അവനോട് നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. യേശു കർത്താവിനെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുക. നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം സത്യമല്ല. അപ്പൊ യേശു തിരിച്ച് അവരോട് മറുപടി പറയുക. 14-ാം വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിന്റെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ യേശു കടന്നുപോയ സാഹചര്യം, നിന്റെ സാക്ഷ്യം കള്ളസാക്ഷ്യമാണെന്ന് പറയുന്നവരുടെ ഇടയിലാണ് യേശു നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, നിങ്ങളൊരു ടെസ്റ്റ് മണി പറയുമ്പോൾ ഇത് കള്ള ടെസ്റ്റ് മണിയാണെന്ന് പറയുന്നവരാരെങ്കിലും മുഖത്ത് നോക്കി അപ്പോൾ തന്നെ പ്രതികരിച്ചാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളില്ല. തീർച്ചയാണ് ഞാൻ പറഞ്ഞ കാറ്റ് പോയ ബലൂൺ പോലെയാവും കാരണം ഞാൻ പ്രസംഗിക്കാൻ അറിയില്ലാത്ത ആളായിരുന്നു. ഞാൻ 8-ാം ക്ലാസ് വരെ കട്ടിലിന്റെ അടിയിൽ ഉറങ്ങിയ ആളാണ്. അപ്പച്ചനെ പേടിച്ചു. അപ്പച്ചൻ മദ്യപാനിയായിരുന്നു. ഞങ്ങൾ വലിയൊരു യാക്കോബ കുടുംബത്തിലെ അംഗങ്ങളാണ്. നെടുമ്പാശ്ശേരി അങ്കമാലിക്കാരി തന്നെയാണ്. കട്ടിലിന്റെ അടിയിലായിരുന്നു 8-ാം ക്ലാസ് വരെ ഉറങ്ങിയത്. അപ്പച്ചനെ അപായപ്പെടുത്താൻ കുപ്പിച്ചില്ല അരച്ച് ചോറിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട് ദേഷ്യം കൊണ്ട്. അമ്മയുടെ കൈ ഒരു മാസം കൈ തല്ലി ഓടിച്ചാൽ പിറ്റേ മാസം ഷോൾഡർ ചവിട്ടി ഓടിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം കവലകൾ തോറും യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനായി മാറി. അതുകൊണ്ടാണ് ഞാൻ ഈ കൃപയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നത് കൊണ്ട് 4 പേര് കൂടുന്നിടത്ത് മുഖത്ത് നോക്കി ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല. ആരെങ്കിലും എന്നോട് പേര് ചോദിച്ചാൽ കുനിഞ്ഞേ ഞാൻ പേര് പറയത്തുള്ളൂ. രണ്ടാമതൊന്ന് ചോദിക്കാതെ മറുപടി പറയത്തില്ല. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ്. പക്ഷേ ഒരു പ്രവാചകൻ എന്നോട് പ്രവചിച്ചിട്ടല്ല ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ നിയോഗം ഏറ്റെടുത്തു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. സ്നാനപ്പെടാൻ വേണ്ടിയൊന്നുമല്ല ബൈബിൾ കോളേജിൽ പോയ, സുശീല വില ചെയ്യാനോ അല്ല. പക്ഷേ ഒരു കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ച് വചനം പഠിച്ചു കഴിഞ്ഞിട്ടാണ് രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും. പിന്നീട് വീണ്ടും 3 കൊല്ലം പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് ബൈബിൾ കോളേജിൽ 4 വർഷം പഠിച്ച ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചവർക്കറിയാം, ഒരു ചാപ്പലിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. 4 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ എത്ര ചാപ്പലിൽ പ്രസംഗിക്കണമെന്ന് ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്റർമാരോട് ചോദിച്ചാൽ അറിയാം. പരസ്യയോഗത്തിന് ട്രാക്റ്റ് വായിച്ച് കേൾപ്പിച്ച ആളാണ്. രാത്രിയാകുമ്പോൾ ചാപ്പലിൽ തൂണിൽ പില്ലറെ ചാരിക്കടന്ന് കരയാനല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. പാട്ട് പാടാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. ഇത് ലൈവ് അല്ലാത്തത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ദൈവകൃപയിൽ നിന്ന് പോയ ഇന്ന് അറിയപ്പെടുന്ന ഒരു പണ്ട് അറിയപ്പെട്ട ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബാച്ച ഞാൻ ദൈവകൃപയിൽ നിന്നൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ പേടിക്കരുത്.
അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ ബൈബിൾ കോളേജിൽ പഠിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പ്രസംഗിക്കാൻ അറിയണം, അല്ലെങ്കിൽ പാടാൻ അറിയണം, പ്രാർത്ഥിക്കാൻ അറിയണം, അല്ലെങ്കിൽ അഭിഷേകമെങ്കിലും വേണം. എനിക്ക് അഭിഷേകവും ഇല്ല. 4 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഇതൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യണ്ടേ? അപ്പച്ചന്റെ പഴയ ഹെർക്കുലീസ് സൈക്കിള് ചവിട്ടി 15-20 കിലോമീറ്റർ രാത്രി അപ്പച്ചൻ സെക്യൂരിറ്റി പണിക്ക് പോകും. അപ്പൊ പകല് ഞാൻ ഈ സൈക്കിൾ ഉപയോഗിക്കും, രാത്രി അപ്പച്ചൻ കൊണ്ടുപോകും. ട്രാക്ട് കൊടുത്തുകൊണ്ടിരുന്നയാളാ. ഹല്ലേലൂയ. അപ്പോഴും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സൈക്കിളിൽ ട്രാക്ട് കൊടുത്തു പോകുമ്പോൾ ഒരു ജീൻസ് ഒരു ടീഷർട്ട് വിട്ടാ നടക്കുന്നത്. ആർക്കും പിടികിട്ടരുത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഹല്ലേലൂയ, എയർപോർട്ടിൽ പോയ ഒരു അമ്മാമ, കോട്ടയംകാരി അമ്മാമ, ഇന്നോവ കാർ നിർത്തി 500 രൂപ തന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാ പറഞ്ഞു നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. നീ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജോബിന്ന. നീ എന്നാ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അല്ല, നിനക്ക് തരാൻ 500 രൂപ തരാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അഭിഷേകം പ്രാപിക്കാത്ത, പ്രസംഗിക്കാൻ അറിയാത്ത, ബൈബിൾ കോളേജിൽ 4 വർഷം പഠിച്ചു എന്നുള്ള ഒരു ഗുണം മാത്രമുള്ള എനിക്ക് പരിശുദ്ധാത്മാ പറഞ്ഞിട്ട് ആ അമ്മാമ 500 രൂപ തരിക. 500 രൂപയുടെ വിലയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനല്ല, പൈസ തന്ന കാര്യം പറയാനല്ല, ദൈവം എന്നെ ഉറപ്പിച്ച കാര്യം ഞാൻ പറയുക. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ കർത്താവിന്റെ കൃപയാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി ഇന്ന് 68ഓളം പേരെ, സ്നാനപ്പെടുത്തി കണക്കും പറയാനല്ല, 68ഓളം പേരെ കൃപയാൽ എന്റെ കൈക്കീഴിൽ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്താൻ കൃപ ചെയ്തു. വേറെ ആരെങ്കിലും രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവന്നവരെ സ്നാനപ്പെടുത്തിയതല്ല, രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നാനപ്പെടുത്താൻ ദൈവം ഭാഗ്യം നൽകി. ഹല്ലേലൂയ. എന്നെ പ്രസംഗശാസ്ത്രം പഠിപ്പിച്ച ഡഗ്ലസ് എന്ന് പറയുന്ന സാറുണ്ട്, തോപ്പും പഠിക്കാരനാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എടമോനെ ബൈബിൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ഇവനൊരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും പ്രസംഗിക്കാൻ അറിയണം, അല്ലെങ്കിൽ എങ്ങനെ നീ സുവിശേഷ വേല ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ 5-ലധികം തവണ പ്രസംഗിക്കാൻ പോകാൻ കൃപ നൽകി കർത്താവ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പോലെയുള്ള ഒരാളുടെ മുമ്പിൽ നിന്റെ സാക്ഷ്യം കള്ളസാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു കർത്താവിന്റെ മുഖത്ത് നോക്കി പരീശന്മാര് പറയുക, യേശുവേ നീ പറയുന്ന സാക്ഷ്യം കള്ളസാക്ഷിയാ. പക്ഷെ യേശു കർത്താവ് ശുശ്രൂഷ അവസാനിപ്പിച്ചില്ല. യേശു കർത്താവ് തന്റെ പ്രവൃത്തി നിർത്തിവെച്ചില്ല. യേശു കർത്താവ് ആ സാഹചര്യത്തിലൂടെയും കടന്നുപോയി. ഹല്ലേലൂയ. വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ സാഹചര്യം ഞാൻ പറയാം. അതിന്റെ 41-ാം വാക്യമാ, യോഹന്നാൻ 8:41. അവിടെ വായിക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പൊ അവര് യേശുവിനോട് തിരിച്ചു പറയുകയാണ്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് പരമാവധി കേട്ടാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പനുണ്ട്, നിനക്ക് അപ്പനില്ലാത്തവനാ നീ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരപ്പനേ ഉള്ളൂ, പക്ഷെ നിനക്ക് അപ്പനില്ല, നിന്റെ പിതാവിനെ കുറിച്ച് ഒരു ഉറപ്പ് നിനക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ താൻ കടന്നുപോയ സാഹചര്യം ഇതൊക്കെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സമയത്ത് ഹല്ലേലൂയ, ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു ആശാരി കുടുംബത്തിൽ ഒരു ആന്റി ഉണ്ട്. ഈ ആന്റി ആമവാദം പിടിച്ച് 8 വർഷം തളർന്നു കിടന്ന ഒരു ആന്റിയാ. ഈ ആന്റിയുടെ ശരീരത്തിൽ 6 മാസം കൊണ്ട് ദൈവശക്തി വ്യാപരിച്ച് 6-ാം മാസം എഴുന്നേറ്റ് നടന്നു, 8-ാം മാസം സ്നാനമേറ്റു. ഇന്നും വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, പക്ഷെ ആന്റി ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഓടിച്ചാടി നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പൊ ഈ ആന്റിയുടെ വീട്ടിൽ ഒരു ദിവസം വിസിറ്റിങ്ങിന് ഞാനും എന്റെ വൈഫും കൂടി ചെന്നപ്പം ഈ ആന്റി പറയുകയാണ്, പാസ്റ്ററെ ചേട്ടന് ശാപം ഒന്നും വരാതെ ബന്ധിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ഞാൻ എന്നാ പറ്റി? ശാപോ? എന്നാ ശാപം വരാനാ? നമ്മൾ പ്രാർത്ഥിക്കില്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ല ചേട്ടൻ എന്നെ ഉപദ്രവിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, പക്ഷെ പുള്ളി ഇടയ്ക്ക് കുടിച്ചിട്ട് വരുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ചേട്ടൻ ഇങ്ങനെ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചേട്ടൻ പറയും, ഹല്ലേലൂയ, നിന്റെ കർത്താവിന് അപ്പനില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ 21-ാം നൂറ്റാണ്ടിൽ ബൈബിൾ അറിയാത്ത ഒരു ഹിന്ദു മനുഷ്യൻ, ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ല, അമ്മയാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ പറയുക നിന്റെ കർത്താവിന് അപ്പനില്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എത്രമാത്രം യേശു കർത്താവ് ഈ നിന്ദയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ സ്വർഗം തുറന്നിട്ട് ഇങ്ങനെ ഒരു ശബ്ദം പിതാവിൽ നിന്ന് വെളിപ്പെട്ടു, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവൻ ഹല്ലേലൂയ ആരുടെയെങ്കിലും മകനല്ല, ഇവൻ എന്റെ പുത്രനാണ്.
ഇത് വിളിച്ചു പറഞ്ഞത് വേറെ ആരുമല്ല, പിതാവായ ദൈവമാണ്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ദൈവത്തിന്റെ നീതി ആർക്കൊക്കെയോ വേണ്ടി ഈ മീറ്റിംഗിന്റെ അകത്ത് ദൈവം ചലിപ്പിക്കാൻ പോകുക. നിങ്ങളായിട്ട് നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തണ്ട, പക്ഷെ ദൈവം തന്നെ നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ പോവുക. 12ാമത്തെ വയസ്സിൽ യെരൂശലേം ദൈവാലയത്തിന്റെ അകത്ത് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് യേശു കർത്താവിന് പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ? യേശു കർത്താവ് 12ാമത്തെ വയസ്സിൽ ആലയത്തിന്റെ അകത്ത് പെട്ടു. 3 ദിവസം കൊണ്ട് അപ്പനും അമ്മയും തിരിച്ചു വന്ന് അവനെ കണ്ടപ്പം യേശുവിനോട് ചോദിക്കുന്നത്, മകനെ നീ എന്നെ ചെയ്തേ, ഞങ്ങൾ നിന്നെ കാണാഞ്ഞിട്ട് ഭയങ്കര ഭാരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് തിരിച്ചു പറയാ, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? ഇതെന്റെ പിതാവിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് ഉത്തമ ബോധ്യമുണ്ട്, എന്റെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഭവനത്തിലാണ് ഞാൻ നിൽക്കേണ്ടത്. പക്ഷേ ഒരു ദൂത് ഞാൻ കയറി പറയാം, ഇതുമായിട്ട് ചേർന്നതല്ലെങ്കിലും, പക്ഷെ യേശു കർത്താവ് അത് തന്റെ മേൽ ആക്കി വെച്ച അത് ഭൗതിക പിതാവിന്റെയും മാതാവിന്റെയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങിപ്പോയി. ഓ ശാലറ അടകബദര ജലഗദര, എന്റെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണെന്ന് പറഞ്ഞ യേശു തന്നെ പിതാവ് നിയോഗിച്ച സമയം വരെ ഈ ഭൂമിയിലെ പിതാവിന് അത് അനുസരിച്ച്, മാതാവിന് അനുസരിച്ച് ആ ഭവനത്തിന്റെ അകത്ത് പാർത്തു. എന്നാൽ നിയോഗം വെളിപ്പെട്ടപ്പോൾ ആ വീട്ടിൽ നിന്നും യേശു കർത്താവ് ഇറങ്ങി. വീട്ടിൽ നമുക്കറിയാം, സ്ത്രീയെ എന്നൊക്കെ യേശു കർത്താവ് അമ്മയെ വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ. പക്ഷേ യേശു കർത്താവ് ക്രൂശി കിടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ക്രൂശി കിടന്നുകൊണ്ട് കർത്താവ് ചെയ്യുക. സ്വന്തം തന്നെ പ്രസവിച്ച അമ്മയെ ഉത്തരവാദിത്വമുള്ള ഒരു കൈകളിൽ അവൻ ഏൽപ്പിക്കുകയാണ്. മാനുഷികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത ഒരാളാണ് നമ്മുടെ കർത്താവ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പറയുകയാണ് ഇവര് പറയുകയാണ്, പരീശന്മാര് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരപ്പനേ ഉള്ളൂ, പക്ഷെ നിന്റെ അപ്പനെ കുറിച്ച് നിനക്ക് വ്യക്തമായിട്ട് നിനക്കൊരു തെളിവ് പറയാനുണ്ടോ? നിങ്ങളുണ്ടോ? വീണ്ടും നമുക്ക് 3ാമത്തെ സാഹചര്യം 48ാം വാക്യം അവിടെ പറയുന്നത്, യഹൂദന്മാർ അവനോട്, നീ ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു, ശരിയല്ലയോ എന്ന് പറഞ്ഞു. നിങ്ങളുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാമത്തെ സാഹചര്യം, യേശു കടന്നുപോയ സാഹചര്യം, ഇവര് മൊത്തം യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുക, നിനക്ക് ഭൂതമുണ്ട്, നീ ഇപ്പൊ ഭൂതത്തെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അന്നത്തോടുകൂടെ ശുശ്രൂഷയൊക്കെ നിർത്തി പുസ്തകമൊക്കെ മടക്കി വെക്കും. ഇന്ന് രാത്രി ഏതൊക്കെയോ വിഷയത്തിന്റെ നടുവിൽ പുസ്തകം മടക്കിയവർ ഇതിന്റെ അകത്തുണ്ട്. അന്നാ മതി കർത്താവ് എന്ന് പറഞ്ഞവർ. എന്നാൽ ദൈവാത്മാ പറയുക, വീണ്ടും നീ തുറക്കാൻ സമയമായി. ഗദരദേശത്തെ ഭൂതത്തെ പുറത്താക്കി, നല്ല കാര്യം യേശു ചെയ്തത്, പക്ഷെ നാട്ടുകാർ യേശുവിനെ ഒഴിവാക്കി. നിങ്ങളുണ്ടോ? ഗദരദേശത്തെ ഭൂതത്തെ പുറത്താക്കിയപ്പം യേശു കർത്താവിനെ നാട്ടുകാർ പുറത്താക്കി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യ സഞ്ചരിക്കുന്നവരാ. ഞങ്ങളുടെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ചർച്ചകളുണ്ട്, ആസാമിൽ, ഒറീസയിലൊക്കെ. ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭൂതങ്ങൾ പുറത്താക്കി രോഗികൾ സൗഖ്യമാകുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ വീടുകളിലും വിളിച്ചോണ്ട് പോകുക പ്രാർത്ഥിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ യേശു ഗദരദേശത്തെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ശരിക്കും പറഞ്ഞ 10 മീറ്റിംഗ് കൂടുതൽ കിട്ടണ്ടേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ. പക്ഷേ അവിടെ യേശുവിന് മീറ്റിംഗ് അല്ല കിട്ടിയത്, യേശുവിനെ തിരസ്കരിക്കുകയോ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇന്നത്തോടു കൂടെ ഭൂതത്തെ പുറത്താക്കുന്ന അങ്ങ് നിർത്തിയേക്കാം. കാരണം എന്നാ, ഒറ്റ എണ്ണത്തിന് നന്ദിയില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ദാനമായി തന്നത് ദാനമായി കൊടുക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവ് ദിവസങ്ങളിൽ എന്നോട് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനങ്ങ് പ്രാർത്ഥിക്കാം, സമയം ഇങ്ങനെ പോകും. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം. കർത്താവ് കഴിഞ്ഞ ദിവസം എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്, നീ ഹല്ലേലൂയ ഗിഫ്റ്റ് കൊണ്ട് ജീവിക്കരുത്, ഫെയ്ത്ത് കൊണ്ട് ജീവിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഹല്ലേലൂയ. ദൈവം തന്ന ഗിഫ്റ്റ് കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവം തന്ന ഫെയ്ത്ത് കൊണ്ടാണ് ജീവിക്കേണ്ടത്. ബൈബിൾ പറയുന്നു, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. ഹല്ലേലൂയ. ഗിഫ്റ്റ് കൊണ്ട് നീതിമാൻ ജീവിക്കുമെന്നല്ല, നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം തന്ന ശുശ്രൂഷകൾ, ദൈവം തന്ന നിയോഗങ്ങൾ, അതൊരിക്കലും ഹല്ലേലൂയ പണത്തിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ളതല്ല.
ഹല്ലേലൂയ. ആരെങ്കിലും ബഹുമാനിച്ചില്ലെന്ന് പറഞ്ഞ്, ആരെങ്കിലും നമ്മളെ ഉൾക്കൊണ്ടില്ലെന്ന് പറഞ്ഞ്, ആരെങ്കിലും ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷ അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ് ഇത് നിർത്തിയിട്ട് പോകാനുള്ള ഒരു പരിപാടിയല്ല. നമ്മുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ നിയോഗമാണിത്. പ്രതിഫലം തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് കടന്നുപോയ സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടോ? ഈ പ്രതിസന്ധിയിലൂടെ, ഈ നിന്ദയിലൂടെ, ഈ പ്രതികൂലത്തിലൂടെ, ഈ വേദനാജനകമായ അനുഭവത്തിലൂടെ യേശു കർത്താവ് കടന്നു പോകുമ്പോഴും ഒരു പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞില്ല, ഇത്രയും നിന്ദയിലൂടെ ഞാൻ കടന്നു പോകുക, എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയത്തില്ലെന്നല്ല യേശു പറഞ്ഞത്. യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി. ക്രൂശി കടക്കുമ്പോഴും പലർക്കും വേണ്ടി യേശു പ്രാർത്ഥിക്കുക. ആ ക്രൂശിൽ ഒരിക്കലും ഒരു വേദനയുടെ പ്രാർത്ഥനയല്ല, ഒരു നിരാശയുടെ പ്രാർത്ഥനയല്ല. ആ ക്രൂശി കടക്കുമ്പോഴും അത് പലരെയും ദൈവരാജ്യത്തിലേക്ക് കയറ്റുകയാണ്. പലരുടെയും പാപത്തെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ പോകുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ നീതി നിവർത്തിക്കും. നിങ്ങൾ നീതി നിവർത്തിക്കാൻ സമയം കണ്ടെത്തണ്ട, നിങ്ങൾ നിങ്ങളെ തെളിയിക്കാൻ പോകണ്ട. ദൈവം തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് ദൈവാത്മാവ് പറയുന്നു. സ്നാനമേൽക്കുവാൻ അത് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ യേശു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ തടഞ്ഞു. നിന്നാൽ ഞാൻ സ്നാനമേൽക്കേണ്ടതാകുന്നു. ഉടനെ യേശു പറഞ്ഞു, നീ ഇപ്പൊ സമ്മതിക്ക, നീ പറഞ്ഞതൊക്കെ ശരിയാ. ന്യായപ്രമാണത്തിന്റെ ഒടുവിലെ മനുഷ്യനാ യോഹന്നാൻ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ നമ്മളെക്കാൾ ചെറിയവനാ യോഹന്നാൻ, നമ്മൾ അവനേക്കാൾ വലിയവനാ. വചനമുണ്ടല്ലോ. പക്ഷെ യേശു കർത്താവ് പറയുക, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ആലയത്തേക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തിന്റെ ഒടുവിലെ മനുഷ്യനായ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ തന്നെ താഴ്ത്തിക്കൊടുത്തപ്പോൾ വചനം പറയുന്നു, അവിടെ സംഭവിച്ചത് ഒരു നീതി വെളിപ്പെടുകയാ. സ്വർഗം തുറന്ന് പിതാവിന്റെ ശബ്ദത്തോടെ വെളിപ്പെടുകയാ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മീതെ ദൈവത്തിന്റെ നീതിയുടെ വാതിൽ തുറക്കുന്നുവെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ നീ മുട്ടുമടക്കാൻ തയ്യാറായാൽ, ജഡത്തിൽ പ്രതികരിക്കാതെ, വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാതെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. നിന്നയുണ്ട്, പരിഹാസമുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ദിവസങ്ങൾ. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞ 1-2 രോഗങ്ങൾ കർത്താവ് സൗഖ്യമായി. സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കാൻ പോവുക. സ്പൈനൽ കോഡുകൾ. പ്രാർത്ഥിച്ചോ. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചോ. ഇന്ന് കർത്താവിനോട് പറഞ്ഞതാ. സ്കിൻ ഡിസീസുകൾ, ഈ തൊലിപ്പുറത്ത് ചൊറിയുക, പൊടിയടിക്കുമ്പോൾ അങ്ങനെയുള്ള അലർജികൾ, ഇതൊക്കെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്പൈനൽ കോഡുകൾ സൗഖ്യമാവട്ടെ, നട്ടലുകൾ സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, അത് കുനിയാൻ കഴിയാതെ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, വേദനകൾ എല്ലാം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. എല്ലാ സ്കിൻ ഡിസീസുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ. രക്തത്തിന്റെ അകത്തെ ചില രോഗങ്ങൾ, രക്തത്തിന്റെ ബ്ലഡിനകത്ത് ബ്ലഡ് റിലേഷൻ ആയി ചില രോഗങ്ങൾ. ഇന്ന് രാത്രി കർത്താവിന്റെ കരം ചലിക്കുന്നു. ഭയങ്കര സൗഖ്യത്തിന്റെ കാര്യം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ബ്ലഡ് റിലേഷൻ, അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ദ നെയിം ഓഫ് ജീസസ്. എല്ലാ രോഗങ്ങളുടെ മീതെയും ഇന്ന് രാത്രി അസാധാരണമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വസ്തു സംബന്ധമായ ചില വിഷയങ്ങൾ കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോവുക. വസ്തു സംബന്ധമായി ചിലരെ ഇന്ന് രാത്രി കർത്താവ് തൊടുന്നതായിട്ട് ആത്മാവിനെ കാണിക്കുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് മഹത്വമേറിയ ദൈവത്തിന്റെ അഗ്നി വെളിപ്പെട്ട് വരുന്നത് ആത്മാവിനെ കാണിക്കുന്നു.
കരിഞ്ഞു മാറേണ്ട ചില മേഖലകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തീ അയച്ച് കരിയിച്ചു കളയുക. ഭയങ്കര ദൈവിക സ്വാതന്ത്ര്യം, മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പുറത്തു പോകട്ടെ. കുടുംബ തകർച്ചകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ മാറിപ്പോവട്ടെ. ഉടബദരജല അർത്ഥരാജലാല അടകബദര ജലകദര. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കന്മാർ ഇതിന്റെ അകത്തുണ്ട്. അതെ, കുടുംബ തകർച്ചയിലൂടെ പോകുന്ന ചില തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കന്മാർ, അവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആഴമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ആ കുഞ്ഞുങ്ങളുടെ മീതെ കർത്താവ് അയക്കുകയാണ്. കർത്താവ് ഭിന്നിപ്പിക്കുന്നവനല്ല, ഒന്നിപ്പിക്കുന്നവനാണ്. ഭിന്നത പിശാചിന്റെയാണ്. ആ പൈശാചിക തന്ത്രങ്ങൾ ഇന്ന് രാത്രി കുടുംബങ്ങളുടെ അകത്തു നിന്നും യേശുവിന്റെ നാമത്തിൽ പുറത്തു പോവട്ടെ. In the name of Jesus. റോക്കോബ ഹസദേരിയാന ലൗറീബി ഷേറിയാദരക്കസ് മദോരിയാന അടകബ ഹത്തരെ റിയാദരക്കസ് മദോരിയാന. അർത്ഥര രാജുമ്മൻ ആ കർത്താവിന്റെ ദാസനോട്, ആ ഡിവേഴ്സിലുള്ള ആ കുടുംബത്തോട് പരിശുദ്ധാത്മ പറയുന്നു, ഒരു പെൺകുഞ്ഞിനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പെൺകുഞ്ഞ്, എനിക്കറിയത്തില്ല 8 or 9 വയസ്സൊക്കെയുള്ള ഒരു പെൺകുഞ്ഞിനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആ കുഞ്ഞിന്റെ മേൽ ഭയങ്കര ദൈവകൃപ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. അവളുടെ മേൽ ഭയങ്കര നിയോഗങ്ങളുണ്ട്. ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങൾ ആ കുഞ്ഞിനോട് ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. ആ കുഞ്ഞിന് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തുടങ്ങുക. നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അസാധാരണമായ നിലവാരത്തിൽ ഈ തലമുറയിൽ അവൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതവളാ. അച്ഛാ, അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒന്ന് പറയാവോ? ഉണ്ട് മാസ്റ്ററെ. 8 വയസ്സ് 7 വയസ്സ്. അബിഗേൽ. എന്താ പേര്? അബിഗേൽ. അബിഗേൽ. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന്റെ മേലെ ആ പേര് പോലെ തന്നെ അസാധാരണമായ ശുശ്രൂഷയുടെ തലങ്ങൾ തുറന്നു വരട്ടെ. സദേരിയാന അടഗബ ഹർത്തുരി മനഗ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഓ ഷലേ റീ ധേരി മനോസെ ഖേലി മനോഷധര ജലംസെ റിയാന മുഡബ ദരത്തുരി മനഗസ് വർമോ ദരക്കസ് മദേരിയാന. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സൂബിൽ കയറിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി വെളിപ്പെട്ട വചനങ്ങൾ തൊട്ട എല്ലാ കുടുംബങ്ങളെയും ബ്ലസ് ചെയ്യുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ മാനസിക സംഘർഷങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു, മാറിപ്പോവട്ടെ. കുടുംബങ്ങൾ ബ്ലസ്ഡ് ആവട്ടെ. ഈ സൂം മീറ്റിംഗ് ഇതിനെ നിയന്ത്രിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത കുടുംബം എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകം നന്ദി. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശബ്ദം കേൾക്കാം. ഇവിടെ വലിയ തകർത്ത മഴ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാമ്പോ ഇടയ്ക്ക് നെറ്റ് ഒന്ന് സ്ലോ ആയായിരുന്നു. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്ററിലൂടെ നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചന സ്തോത്രം. കർത്താവിനെ എത്ര ദുഷിച്ചാലും നമുക്ക് പലവരും ഈ എല്ലാ ഇഷ്ടമാണേലും ആരെങ്കിലും ദുഷിക്കുന്നത് നമുക്ക് അത്ര താല്പര്യം പോരാ. നമ്മുടെ കർത്താവ് അതും സഹിച്ചവനാ. കാരണം പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെന്നാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എങ്കിലും കർത്താവ് ദാസൻ പറഞ്ഞല്ലോ, ഈ ദുഷിപ്പല്ല 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെങ്കിലും താൻ പോകുമ്പോൾ കണ്ടത് ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ. അദ്ദേഹത്തെ സൗഖ്യമാക്കിയതിന്റെ ശേഷമാണ് തുടർന്നുള്ള കർത്താവിന്റെ യാത്ര. വ്യക്തിപരമായി ദൈവത്തിന്റെ ആലോചന നമുക്ക് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. എനിക്കൊന്ന് സമയത്തിന്റെ കുറവുണ്ട്. സാറ്റർഡേ ആണല്ലോ, ഇന്ന് വൈകിട്ട് സഭായോഗം നാളെ ഉള്ളത് കൊണ്ട് എല്ലാ പാസ്റ്റേഴ്സും പല പാസ്റ്റർമാരും ഓക്കെ ആ രാജമംഗളിന്റെ ആലോചന പറഞ്ഞ പൈതൽ അതാ അബിഗയിൽ മോള്. കർത്താവ് പൈതലിനെ ധാരാളം ദൈവത്തിന്റെ നിയോഗങ്ങൾ ആമേൻ തക്ക സമയത്ത് അവളിലൂടെ ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഒന്ന് മാറ്റി പിടിക്കാവോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കയറാൻ പറ്റാത്ത കാരണം സന്ധ്യ ആയതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് കാത്തിരിപ്പ് യോഗവും അതുപോലെ ബൈബിൾ സ്റ്റഡിയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാനൊന്നും വേറെ പറഞ്ഞില്ല. കാരണം കർത്താവ് അനുവദിക്കുന്നത് പോലെ പോകട്ടെ എന്ന് പറയാനിടയായി തീർന്നു. അതുകൊണ്ട്
കർത്താവിന്റെ ദാസനിലൂടെ നമ്മെ കേൾപ്പിച്ച നാം വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ദൈവവചന പഠനത്തിലായിരുന്നു. പല ഒരാഴ്ചകൾ തന്നെ പലവരുമായി ഞാൻ വിചാരിച്ചു ഒരു ദൈവചരിത്രമൊക്കെ കേൾക്കുവാനായിട്ട് ഇന്നൊരാഴ്ചക്കാലം അങ്ങനെ ഒരു കർത്താവെ അങ്ങനെ ഒരു ദൈവദാസനെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതായാലും തക്ക സമയമായപ്പോൾ അങ്ങനെ ഒരു കർത്തൃദാസനെ നമുക്ക് ലഭിക്കാനിടയായി. അദ്ദേഹത്തിലൂടെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയും വചനവും തന്റെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. പാരമ്പര്യം പറയാനൊന്നുമില്ല. യാക്കോബായ പശ്ചാത്തലമൊക്കെ ആയിരുന്നെങ്കിലും പിതാവ് വലിയ മദ്യപാനി ആയിരുന്നു. എന്നാല് ആമേൻ, എന്നാ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചിരുന്ന പിതാവ് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവരും ദൈവവചനം കേൾക്കാൻ ഒത്തിരി താല്പര്യമുള്ളവരാണ്. ഒരു ഔപചാരികത ഒന്നും ഈ കൂട്ടായ്മയ്ക്കില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരാഴ്ചയും കർത്താവ് നടത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. പ്രാർത്ഥനയോടെ ഇന്നലെ എല്ലാം TV-യിൽ ഉണ്ടായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലയിലെല്ലാം ഭയങ്കരമായ മഴ ഉണ്ടെന്ന് കേട്ടു. എന്നാൽ സാധാരണ കാലാവസ്ഥക്കാരുടെ പ്രവചനങ്ങൾ അങ്ങനെ ഫലിക്കാറില്ലാത്ത, എന്നാൽ ഇപ്പൊ അവരുടെ പ്രവചനങ്ങൾ ഫലിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല മഴയാണ്. ഇവിടെ 2:30 ആയപ്പോ ചാറാൻ തുടങ്ങി. ഇപ്പൊ നല്ല മഴക്കാലത്തെ മഴ പോലെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാത്തവർക്കൊക്കെ വെള്ളം ലഭിക്കാൻ ദൈവം ഇടയായി തീരട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്ററോടുള്ള പ്രത്യേക വന്ദനവും സ്നേഹവും ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ പേര് ഞങ്ങൾ അറിയിക്കുന്നു. എയർപോർട്ടിന് അടുത്തുള്ള ചർച്ചിൽ ഇനിയും 100 ദൈവജനത്തെ സ്ഥാനപ്പെടുത്തി കർത്താവിലേക്ക് നയിക്കുവാനായിട്ട് കർത്തൃദാസന് ദൈവം പ്രത്യേക കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച്